ഇന്ന് ശരിക്കും ഉറക്കം കിട്ടത്തോണ്ട് രാത്രി ഒന്ന് വിളിച്ചോട്ടെ, ഞാൻ പറയും വിളിക്കാം. അപ്പോൾ ചിലപ്പോൾ 2 മണിക്ക് വിളിക്കും, രാത്രി 2 മണി വിളിച്ചിട്ട് ഒരു അരമണിക്ക് വർത്താനം പറഞ്ഞാൽ ഇനി മനോഹർ ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ അതാണ് ആ ഒരു രീതിയാണ്. പാട്ടിൽ ഏകാന്ത പഥികനാണ് പാട്ടുകാരൻ എന്നുള്ള രീതിയിലെങ്കിലും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. എപ്പോഴും ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ അവസാനമായിട്ട് ചേട്ടനായിട്ട് ഞാൻ കണ്ടത് ഇവിടെ ഹോട്ടൽ റൂമിൽ മാരിയറ്റിൽ അദ്ദേഹം ഒരു പരിപാടിക്കായിട്ട് വന്നതാണ്. എന്നെ വിളിച്ചു, എവിടെയുണ്ട്, ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹമായിട്ട് കുറേ സമയം ഇതുപോലെ കട്ടിലിൽ കിടന്ന് കുറേ പാട്ടുകൾ പാടി. അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചെയ്തോളൂ. എന്നിട്ട് കുറേ റഫി സാബിന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് 2000-ന് മുമ്പ് പിറന്ന പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും. ആ കാലഘട്ടം, അതായത് 80-ന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പറയുമ്പോൾ കണ്ണു നിറയും, കോരിത്തിരിക്കും. അവിടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴും പാട്ടുകൾ ചെയ്യുന്ന ആളാണ്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ് ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. മിസ്റ്റർ പി ജയചന്ദ്രൻ എനിക്കായിട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ യേശുദാസിനെ ആദ്യം കാണുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ വേറെയും നല്ല പാട്ടുകാരുണ്ട്. ഉദാഹരണത്തിന് മിസ്റ്റർ ജയചന്ദ്രൻ എന്ന് എന്നോട് ആദ്യ കാഴ്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. ദി ഫസ്റ്റ് മൂവി ഇൻ വിച്ച് മിസ്റ്റർ ജയചന്ദ്രൻ sang for me was directed by Mr. Shankaran Nair, or it was supposed to be directed by Mr. Shankaran Nair. പക്ഷെ അദ്ദേഹത്തിന് സലീൽ ചൗധരിയുടെ മ്യൂസിക് ആയിരുന്നു ഇഷ്ടം. ബിക്കോസ് എന്താണ് മദനോത്സവം എന്നൊക്കെ പറയുന്ന സിനിമ എടുത്ത് കഴിഞ്ഞു അവർ തമ്മിൽ നല്ല പരിചയത്തിലായിരുന്നു. അപ്പോഴാണ് ഈരാളി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നെ ഈ ഒരു പാട്ടിനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ പാടിയ ആ പാട്ട് സിനിമയിൽ എടുത്തില്ല. ആ പാട്ട് നല്ല പാട്ടായിരുന്നു. മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്ന തത്തെ വടക്കേനി തിണ്ണമേലിരുന്നാട്ടെ തിണ്ണമേലിരുന്നാട്ടെ, ഇങ്ങനത്തെ ഒരു പാട്ടായിരുന്നു, ഒരു കോറസ് പാട്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അദ്ദേഹം പാടിയ പാട്ടുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എല്ലാം ഓർമ്മകൾ എന്ന പാട്ടാണ്. പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ എല്ലാം ഓർമ്മകൾ എന്നേ കുഴിയിൽ മൂടിയെന്നാണ്. പിന്നെ എനിക്ക് വേണ്ടി പാടിയ വേറൊരു പാട്ടാണ് പ്രേമത്തിൻ മണിവീണയിൽ സ്വരരാഗ സുന്ദരികൾ എന്നുള്ളൊരു പാട്ട്. പ്രേമത്തിൻ മണിവീണയിൽ സ്വരരാഗ സുന്ദരികൾ, അങ്ങനത്തെ നല്ലൊരു ഹാപ്പി പാട്ടായിരുന്നു. ആ സിനിമയും പ്രത്യേകിച്ച് പൂവിരിയും പുലരി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു. അതും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ പല പാട്ടുകളും അദ്ദേഹം എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകാരനായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുമായിരുന്നു. ഞങ്ങൾ മദ്രാസിൽ അത്ര ദൂരെയല്ലായിരുന്നു താമസിച്ചിരുന്നത്. മിസ്റ്റർ ജയചന്ദ്രൻ പ്ലേഡ് എ വെരി പിവറ്റൽ റോൾ ആൻഡ് ഹി വാസ് എ ഗുഡ് മാൻ. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് fellow musicians. This is the best memory I have of him. 5 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, തമിഴ്നാട് ഒരു അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് ഒരു അവാർഡ്, പിന്നെ കലൈമാമണി അവാർഡ്. കലൈമാമണിയൊക്കെ അവിടുത്തെ 97-ൽ. ഈ ഞാൻ പറയുന്ന 5 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമ്പോഴും വേറൊരു അവാർഡിന്റെ കഥയുണ്ട്. അതായത് JC ഡാനിയൽ അവാർഡ്, സമഗ്ര സംഭാവന പുരസ്കാരം. ചെക്ക് വാങ്ങിച്ചിട്ട് മുഖ്യമന്ത്രി മുമ്പിൽ വിശദമായിട്ട്. അതായത് അദ്ദേഹം ചേട്ടൻ പറയുന്ന കഥ, പി ജയചന്ദ്രൻ എന്ന് പറയുന്ന വലിയ ഗായകൻ JC ഡാനിയൽ എന്ന് പറയുന്ന കേരള സംസ്ഥാനം കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്ന് വാങ്ങാൻ വേണ്ടി എത്തി. വേദിയിൽ വെച്ച് ചെക്ക് വാങ്ങിച്ചു. അപ്പൊ പോക്കറ്റില്ല. വേദിയിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് ചെക്ക് 4 മടക്കി കൈയുടെ മടക്കിൽ വെച്ച് കൈയുടെ മടക്കിൽ വെച്ചിട്ട് 2 മടക്ക്, ഇത്രയും ക്യാമറ, ഇത്രയും TV. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിലാണല്ലോ ഇങ്ങനെ ചുരുട്ടി വെക്കുക, നിങ്ങൾക്ക് ഇവിടെ ശീലോട്ടോ എന്ന് ചോദിച്ചു. അതൊന്ന് ആലോചിച്ചു. 5 ലക്ഷത്തിന്റെ ചെക്കാണ്. അങ്ങനെ ഒരാള് ഇത് നമ്മളിപ്പോ പറഞ്ഞ അതിശയോക്തിയായിട്ട് തോന്നുന്നു. അല്ലെ, സ്റ്റേജിൽ വെച്ച് മുഖ്യമന്ത്രി ചെക്ക്. അതാണ് ചേട്ടൻ. ഓർമ്മയിലെന്നും